ഇല്ലാത്ത വഴി ഉണ്ടെന്ന് കാണിച്ച് പണിത റീഗൽ ഫ്ളാറ്റിന് മുന്നിലെ സ്വകാര്യ ഭൂമി കയ്യേറിയതിൽ മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിതാ നന്ദന് പങ്കുള്ളതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് കിട്ടി. GCDA തയ്യാറാക്കിയ വ്യാജ സ്കെച്ച് ഉപയോഗിച്ച് ഇല്ലാത്ത റോഡുണ്ടാക്കാൻ സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ച സുമിതാ നന്ദൻ മറ്റൊരു വ്യക്തി വഴി GCDAയിൽ നടത്തുന്ന നീക്കങ്ങളുടെ രേഖകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇല്ലാത്ത 7 മീറ്റർ റോഡ് ഉണ്ടെന്ന് കാണിച്ചതിനെ തുടർന്നാണ് കൊച്ചി നഗരമധ്യത്തിലെ റീഗൽ ഫ്ളാറ്റ് കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ഉത്തരവിട്ടത്. എന്നാൽ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചു മാറ്റുക മാത്രമല്ല മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിതാ നന്ദൻ ചെയ്തത്. ഇവർക്ക് ആർക്കും GCDAയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ മാത്രമേ GCDA പ്രൊപ്പർട്ടി വാങ്ങിച്ചിട്ടുള്ളൂ. എൻ്റെ പലതവണ പോലീസ് സ്റ്റേഷനിൽ ആധാരമായി വരാൻ പറഞ്ഞു, ഇവർ വരില്ല. രണ്ട് കൂട്ടരും ആധാരവും കൊണ്ടുവരില്ല. ബാക്കിയുള്ള പല കാര്യങ്ങളും പറയാൻ ചെയ്യാം. അങ്ങനെ തികച്ചും അന്യായമായൊരു കാര്യമാണ് നടക്കുന്നത്. ഞാൻ സുഖമില്ല, കോടതിയിൽ വരുന്നില്ലാത്ത ഒരു സമയം എടുത്ത് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്താണ്. അതാണ് എൻ്റെ പ്രശ്നം. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. എല്ലാ രീതിയിലും ഇത് മുന്നോട്ട് പോകാൻ പോകണമെങ്കിൽ ഇത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇക്കഴിഞ്ഞ നവംബർ 18-ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത്. മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇവിടെ 1 ഏക്കറിനടുത്ത് ഭൂമിയുള്ള വ്യക്തിയുമായ സുമിതാ നന്ദനാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർത്ത് വഴിയാക്കാൻ ശ്രമിച്ചത്. അന്ന് പോലീസ് ഇടപെട്ട് മതിൽ പൊളിക്കുന്നത് തടഞ്ഞു. അതിനു മുമ്പ് തന്നെ സുമിതാ നന്ദൻ അഡ്വക്കേറ്റ് മുജീബിൻ്റെ വസ്തുവിലൂടെ വഴിയുണ്ടാക്കാൻ GCDA വഴി ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് റിപ്പോർട്ടറിന് കിട്ടിയത്. വിവരാവകാശ നിയമപ്രകാരം എടുത്ത GCDAയുടെ നോട്ട് ഫയലാണിത്. വഴിയുണ്ടെങ്കിൽ 10 ദിവസത്തിനകം ആധാരം ഹാജരാക്കണമെന്ന് GCDA 2022 ഓഗസ്റ്റ് 31-ന് ആവശ്യപ്പെട്ടു. റീഗൽ ഫ്ളാറ്റ് ഉടമകൾക്കായിരുന്നു GCDAയുടെ കത്ത്. എന്നാൽ ഫ്ളാറ്റ് ഉടമകൾ ആധാരം ഹാജരാക്കിയില്ല. ഫയൽ GCDA പൂഴ്ത്തി. ഫ്ളാറ്റ് ഉടമകൾ വന്നില്ല. 3 മാസം കഴിഞ്ഞ് അവിടെ ഭൂമിയില്ലാത്ത പാലക്കാട് സ്വദേശിയായ സുമിതാനന്ദന് വേണ്ടി പരാതികൾ നൽകുന്ന ബിജു എന്ന വ്യക്തി GCDAയ്ക്ക് ഒരു കത്ത് കൊടുക്കുന്നു. 7 മീറ്റർ റോഡിൻ്റെ സ്കെച്ച് വേണമെന്ന്. GCDA വ്യാജമായി തയ്യാറാക്കിയ ഇല്ലാത്ത റോഡിൻ്റെ സ്കെച്ച് ബിജുവിന് നൽകുന്നു. ഈ സ്കെച്ചാണ് സുമിതാനന്ദൻ ഹൈക്കോടതിയിലും മുൻസിഫ് കോടതിയിലും വഴി ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ നൽകിയത്. സുമിതാനന്ദന് വേണ്ടി കോർപ്പറേഷനിൽ പരാതി നൽകിയതും ഇതേ ബിജുവാണ്. റീഗൽ ഫ്ളാറ്റിനടുത്ത് 1 ഏക്കറിനടുത്ത് ഭൂമിയുള്ള സുമിതാനന്ദന് ആ ഭൂമിയിലേക്ക് പിറകിലൂടെ 4 മീറ്റർ റോഡുണ്ട്. എന്നാൽ അതുപോരാ, ഈ 7 മീറ്റർ റോഡ് തന്നെ വേണം എന്ന ലക്ഷ്യമാണ് ഇങ്ങനെയൊരു നിയമലംഘനത്തിന് സുമിതാനന്ദനെ പ്രേരിപ്പിക്കുന്നത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. TV പ്രസാദ് നമുക്കൊപ്പം തത്സമയം എത്തുന്നു. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. നിയമലംഘനം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ മുന്നിൽ ഉണ്ടായിട്ടും നിയമം ലംഘിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് ഇപ്പോഴും വഴിയൊരുങ്ങുന്നത് എങ്ങനെയാണ്? സുജയ, ഗുഡ് മോർണിംഗ്. സുജയ പറഞ്ഞതുപോലെ നിയമലംഘനത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് റീഗൽ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഈ 7 മീറ്റർ ഇല്ലാത്ത റോഡ് ഉണ്ടാക്കുന്നത് റീഗൽ ഫ്ളാറ്റിന് വേണ്ടിയല്ല, മാത്രമല്ല എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 18-ാം തീയതി സുജയ തന്നെയായിരുന്നു അന്ന് ആങ്കർ ചെയ്തത്. നമ്മുടെ അർജുൻ മട്ടന്നൂരായിരുന്നു അന്ന് റിപ്പോർട്ടർ. അന്നുണ്ടായ സംഭവം, റീഗൽ ഫ്ളാറ്റിൻ്റെ തൊട്ടടുത്ത് അഡ്വക്കേറ്റ് മുജീബ് കെട്ടിയ മതിൽ ഒരു സ്വകാര്യ വ്യക്തി പൊളിച്ചു മാറ്റുന്നു എന്നതായിരുന്നു വാർത്ത. അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അത് മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മണപ്പുറം MDയുടെ മകൾ കൂടിയായ സുമിതാ നന്ദൻ ഈ സ്വകാര്യ വ്യക്തിയുടെ, അതായത് മുജീബിൻ്റെ, അഡ്വക്കേറ്റ് മുജീബിൻ്റെ ഉടമസ്ഥതയിലുള്ള മതിൽ പൊളിക്കുകയാണ് ചെയ്യുന്നത്. ആ മതിൽ പൊളിച്ച് അതിലെ വഴിയുണ്ടാക്കാനുള്ള നീക്കമാണ് അന്ന് പോലീസും അതുപോലെ തന്നെ മുജീബും തടഞ്ഞത്. അങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ റോഡുണ്ടാക്കാനുള്ള നീക്കം അന്ന് നടത്തിയെങ്കിലും അതിനു മുമ്പേ തന്നെ GCDA വഴി ഇതിലൂടെ ഒരു 7 മീറ്റർ റോഡ് ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ഫ്ളാറ്റുകാർക്കൊപ്പം ചേർന്ന് സുമിതാനന്ദനും നടത്തി എന്നതിൻ്റെ രേഖകളാണ്, ഫയൽ നോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2022-ൽ 10 ദിവസത്തിനകം വഴിയുണ്ടെങ്കിൽ അതിൻ്റെ ആധാരം ഹാജരാക്കണമെന്ന് GCDA ആവശ്യപ്പെടുകയാണ് ഫ്ളാറ്റ് ഉടമകളോട്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ ഫ്ളാറ്റ് ഉടമകൾ വരുന്നില്ല. പക്ഷേ 3 മാസത്തിന് ശേഷം ബിജു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് പിന്നീട് ഫയലിലേക്ക് വരുന്നത്. ബിജു ഒരു പാലക്കാട് സ്വദേശിയാണ്. ബിജുവിന് ആ ഭൂമിയുമായി ബന്ധമില്ല. കൊച്ചിൻ കോർപ്പറേഷനിൽ ഉൾപ്പെടെ
ഇതേ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ അല്ലെങ്കിൽ അപേക്ഷകൾ സുമിതാ നന്ദന് വേണ്ടി കൊടുക്കുന്ന വ്യക്തിയാണ് ഈ ബിജു. ബിജു പറയുന്നു, ഇങ്ങനെ GCDAക്ക് അതുവഴി റോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷയിൽ മേലുള്ള സ്കെച്ച് GCDA കൊടുക്കുകയും ചെയ്യുന്നു. ആ സ്കെച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് കാണിച്ച് GCDA ഒരു സ്കെച്ച് വരച്ചു കൊടുത്തു. ഇത് 2000 സമയത്ത് അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു പ്രൊപ്പോസലിന് വേണ്ടി തയ്യാറാക്കിയ റോഡിൻ്റെ സ്കെച്ചാണ് പിന്നീട് ശരിയായ റോഡായി പലപ്പോഴും GCDA കൊടുക്കുന്നത്. അതാണ് പിന്നീട് റോഡുണ്ട് എന്ന വ്യാഖ്യാനത്തിലേക്ക് വന്നത്. ഏറ്റവും ഒടുവിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ, ഇപ്പോഴുള്ള ഫ്ളാറ്റ് ഉടമകൾ കുടുങ്ങിയതും അത് പൊളിക്കാൻ ഉത്തരവിടുന്നതും. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സുമിതാ നന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഏതാണ്ട് 1 ഏക്കറിനടുത്ത് ഭൂമിയുണ്ട്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ 4 മീറ്റർ റോഡ് സുമിതാ നന്ദൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഭൂമിയുടെ പിറകുവശത്തോടു കൂടിയാണ് ഉള്ളത്. പക്ഷേ അത് മതിയാവില്ല. അവിടെ ഭാവിയിൽ അവർക്ക് ബഹുനില കെട്ടിടം പണിയണമെങ്കിൽ സ്വാഭാവികമായി കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് 7 മീറ്റർ വഴി ബഹുനില കെട്ടിടങ്ങൾക്ക് ആവശ്യമാണ് എന്നിരിക്കെയാണ് ഇങ്ങനെ ഒരു നീക്കം സുമിതാ നന്ദൻ നടത്തുന്നത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രസക്തിയേറുന്നത്. ഇവിടെയുള്ള ഒരു പ്രശ്നം സുജയ, ഇതിൽ GCDA എങ്ങനെ കക്ഷിയാകുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരുപാട് മാൽ പ്രാക്ടീസ് GCDAയിൽ നടക്കുന്നുണ്ട്. ഭൂമി വിൽക്കുന്നതും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇടനില നിൽക്കുകയും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ GCDAയിൽ ഇത്തരം അഴിമതി നടത്താൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം GCDA കരുവാക്കുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് അവർക്കൊരിക്കലും ട്രാൻസ്ഫർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നടപടി വന്നാൽ തന്നെ ഒരുപക്ഷെ വെറും സസ്പെൻഷനിൽ മാത്രമായി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. അതും ഉണ്ടാവുക വളരെ അപൂർവമാണ്. ഈ GCDAക്ക് ഈ റീഗൽ ഫ്ലാറ്റിനടുത്തുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ഒരു 11 സെന്റ് ഭൂമിയാണ്. ആ 11 സെന്റ് ഭൂമിയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് മുജീബ് നേരത്തെ തന്നെ ലേലം ചെയ്ത് GCDAയിൽ നിന്നെടുത്തത്. അതെടുത്തതോടുകൂടി 2700/2004 എന്ന ആധാരം 2004 മരട് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് അഡ്വക്കേറ്റ് മുജീബിൻ്റെ വൈഫ് സാജിദയുടെയും പേരിലേക്ക് എഴുതി കൊടുത്തതോടുകൂടി GCDAക്ക് ആ ഭാഗത്തെ ഭൂമിയുമായുള്ള ബന്ധമില്ലാതാവുകയാണ്. പക്ഷേ ഇപ്പോഴും സുമിതാ നന്ദനും ഫ്ളാറ്റ് ഉടമകളും GCDAയെ വെച്ച് അവിടേക്ക് എങ്ങനെയെങ്കിലും വഴിയുണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തുന്നത്. അതും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ. അതിൻ്റെ രേഖകളാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടതും. സുജയ, വ്യക്തമാണ്. GCDAയുടെ നോട്ട് ഫയൽ അടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഞങ്ങളുടെ SIT ഹെഡ് TV പ്രസാദ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇതിന്റെ തുടർ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും TV പ്രസാദ് എത്തിക്കും.